എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 12ാം ക്ലാസ് ഫിസിക്സിന്റെ ടേം 2 എക്സാമും കേരള സ്റ്റേറ്റ് സിലബസിന്റെ +2ന്റെ എക്സാമും നമ്മൾ വളരെ അടുത്ത് വരാൻ പോവാണ്. CBSEന്റെ എക്സാം ഏപ്രിൽ 26ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതേസമയം +2ന്റെ എക്സാം നമ്മൾ മാർച്ച് ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം രണ്ട് സിലബസിലുള്ള കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററത്തെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ, പക്ഷേ എല്ലാം ഒറ്റയടിക്ക് ചെയ്യില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2-3 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഏതൊരു എക്സാമും നമ്മൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ എക്സാമിൻ്റെ ബോർഡ് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. CBSEൻ്റെ സാമ്പിൾ പേപ്പർ റിലീസ് ചെയ്തത് തന്നെ അതാണ് കാണിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A small candle 2.5 cm in size is placed 25 cm in front of a concave mirror of radius of curvature 36 cm. At what distance from the mirror should a screen be placed in order to obtain a sharp image? Describe the nature and size of the image. If the candle is moved closer to the mirror, how would the screen have to be moved? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ CBSEക്കാർക്ക് റിഫ്ലക്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് സിലബസ് എന്ന്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഇനി എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അപ്പം ഈ പോർഷൻ വേണ്ടാത്ത കുട്ടികൾ ഇത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. എ കാൻഡിൽ 2.5 cm ഇൻ സൈസ്, അതായത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 2.5 cm. ഡാറ്റ എഴുതുമ്പോൾ തന്നെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് പ്ലേസ്ഡ് 27 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് -27 cm. ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 36 cm. റേഡിയസ് ഓഫ് കർവേച്ചർ 36 cm. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഇസ് നെഗറ്റീവ്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ 36 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? F is equal to R/2, so -36/2, so -18 cm. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് എ സ്ക്രീൻ ബി പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ഷാർപ്പ് ഇമേജ്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മിറർ ഫോർമുല എന്താണ്? 1/F is equal to 1/U plus 1/V, or 1/V is equal to 1/F minus 1/U, 1/F minus 1/18 minus 1/27. അപ്പോൾ എത്ര കിട്ടും? -1/18 plus 1/27 എന്ന് കിട്ടും. അപ്പോൾ 1/V is equal to, അപ്പം 27ൻ്റെയും 18ൻ്റെയും LCM വരുന്നത് 54. അപ്പം ഇവിടെ എത്ര വരും? -3 plus 27ൻ്റെ ഡബിൾ ആണ് എന്ത്? 54. സോ -3 plus 2 divided by 54. So it's equal to -1/54, or V is equal to -54 cm. അപ്പം ഇമേജ് ഡിസ്റ്റൻസ് is equal to -54 cm എന്ന് കിട്ടി. അപ്പം കണ്ടുപിടിക്കേണ്ട എന്താ? ഒബ്റ്റെയിൻ എവിടെയാണ് വെച്ചിരിക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചു. സ്ക്രീൻ എവിടെയാണ് വെക്കേണ്ടത്? 54 cm മൈനസ് ആണ്. അപ്പം ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. മിററിന് അങ്ങനെയാണല്ലോ, നമ്മൾ റിയൽ ഇമേജ് വരുന്നത് മിററിൻ്റെ മുന്നിലായിരിക്കും. ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ കൂടി കണ്ടുപിടിക്കണം. സൈസ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ M is equal to -V/U minus of V -54 divided by -27. സൈൻ അപ്ലൈ ചെയ്യണം, കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? മാഗ്നിഫിക്കേഷൻ വരിക. അപ്പം -54/-27, അപ്പോൾ അവിടെ -2 എന്ന് കിട്ടും. ഇവിടെ പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്, അപ്പം -2 ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ. -2 മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
Minus sign indicates that it is a real image. The number is greater than 2, that means that it is a magnified image. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. It's magnified image. Okay. ഇനി നമുക്ക് size of the image കണ്ടുപിടിക്കാനുണ്ട്. Magnification m is equal to height of the image divided by height of the object, or height of the image is equal to m into ho. Magnification minus 2, height of the object 2.5 centimeter, so we will get minus 5 centimeter and the height of the image. Okay, ഇതെന്താണ് height of the image ആണ്. അപ്പോൾ size of the image minus 5 centimeter എന്ന് കിട്ടി. മൈനസ് ആണ് സൈസ് വരുന്നതെങ്കിൽ എന്താ പറയാൻ പറ്റുക, അത് ഇറ്റ് ഇസ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. അപ്പോൾ റിയൽ ഇമേജിനാണ് എന്ത് നമുക്ക് മൈനസ് കിട്ടുക. അപ്പോൾ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് എ റിയൽ ഇമേജ്. Compared with the height of the object 2.5 centimeter, this is a bigger image. അപ്പോൾ 5 centimeter ആണ് എന്ത് ഇമേജ് സൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിങ് കഴിഞ്ഞു. If the candle is moved closer to the mirror, how would the screen have to be moved? അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എന്താ, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡാറ്റ നോക്കൂ. ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്റർ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 27 സെൻറ്റിമീറ്റർ, അതായത് 36 ആണ് എന്ത് 2f വരുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ഇമേജ് ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് 54 ആണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്, ഇഫ് ദ കാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ, കാൻഡിൽ മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ, നമുക്കറിയാം കോൺകേവ് മിററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, നമ്മൾ മിററിൻ്റെ അടുത്തേക്ക് പോകും തോറും ഇമേജ് ബാക്കോട്ട് മിററിന് ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം ക്ലോസർ ടു ദ മിറർ കൊണ്ടുവന്നാൽ നമ്മൾ സ്ക്രീൻ എന്താണ് ബാക്കിലോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ പോളിനും ഫോക്കസിനും ഇടയിലാണ് വരുന്നതെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അവിടെ ഇമേജ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇഫ് യു മൂവ് ദ ഒബ്ജക്റ്റ് നിയർ ടു ദ മിറർ ദ സ്ക്രീൻ ഷുഡ് ബി മൂവ്ഡ് അവേ ഫ്രം ദ മിറർ. അതാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതും മിററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A 4.5 cm needle is placed 12 cm away from a convex mirror of focal length 15 cm. Give location of the image and the magnification. Describe what happens as the needle is moved farther from the mirror. ഇപ്പോൾ ഇവിടെ കോൺവെക്സ് മിററിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത്, കോൺവെക്സ് മിറർ ഫോക്കൽ ലെങ്ത് ഈസ് പോസിറ്റീവ് പ്ലസ് 15 cm. Is placed 12 cm away from a convex mirror ആണ്. അപ്പോൾ object distance u minus 12 cm, height of the object plus 4.5 cm. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഫോർമുലയാണ് 1/f is equal to 1/u plus 1/v. 1/v is equal to 1/f minus 1/u. 1/f എത്രയാണ് 1/15 minus 1/12. അപ്പം പ്ലസ് 1/12. അപ്പോൾ ഇവിടെ LCM 60 വരും. അപ്പോൾ ഇവിടെ 4 plus 5, so 9 divided by 60, or v is equal to 60 divided by 9. So we will get it as 6.7 centimeter. Positive, we are getting a positive value. So positive value എന്ന് പറയുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, positive value indicates that it is a virtual image. Image distance positive means it's a virtual image. Now magnification m is equal to minus v by u minus of v എത്ര ആയിട്ടിരിക്കുന്നത് 1/v 9/60 ആണ്. v എന്ന് പറഞ്ഞാൽ 60/9 divided by u minus 12. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5/9 എന്ന് കിട്ടും. മാഗ്നിഫിക്കേഷൻ ഇവിടെ ഈ മൈനസും ക്യാൻസൽ ആവും. അപ്പം പ്ലസ് സൈനാണ് കിട്ടുന്നത്. അപ്പോൾ 5/9 മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1. Magnification less than 1 means it is a diminished image. Describe what happens as the needle is moved farther from the mirror. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. As the needle moves far away from the mirror, the image also moves away from the mirror and the size of the image goes on decreasing. അങ്ങനെ ഒരു കൺക്ലൂഷൻ അവിടെ എഴുതി വെക്കാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ CBSE-കാർക്ക് ആവശ്യമുള്ളതാണ്, സിലബസിലുള്ളതാണ്. A tank is filled with water to a height of 12.5 cm. The apparent depth of a needle lying at the bottom of the tank is measured by a microscope to be 9.4 cm. Height of the tank 12.5. Apparent depth of the needle lying at the bottom of the tank 9.4 cm. What is the refractive index of water? If water is replaced by a liquid of refractive index 1.63 up to the same height, by what distance would the microscope have to be moved to focus on the needle again? അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് കണ്ടുപിടിക്കാം. കേസ് 1-ലെ സിറ്റുവേഷൻ 1-ൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? അപ്പാരന്റ് ഡെപ്ത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു 9.4 സെന്റിമീറ്റർ. റിയൽ ഡെപ്ത് എത്രയാണ്? റിയൽ ഡെപ്ത് is equal to 12.5 centimeter. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർമുല എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഓക്കെ, ഫോർമുല പഠിച്ചാൽ നമുക്ക് ഈസിയായി. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്, റിയൽ ഡെപ്ത് 12.5, അപ്പാരന്റ് ഡെപ്ത് 9.4. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.33 കിട്ടും. ഇനി കേസ് 2. കേസ് 2-ൽ if water is replaced by a liquid of refractive index 1.63 up to the same height, by what distance would the microscope have to be moved to focus the needle again? അതായത് നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അപ്പാരന്റ് ഡെപ്തിൻ്റെ പൊസിഷനിൽ. അപ്പോൾ നമ്മൾ വേറൊരു ലിക്വിഡാണ് അവിടെ എടുക്കുന്നത്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.63. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? mu is equal to real depth by apparent depth ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? mu എത്രയാണ് തന്നിരിക്കുന്നത്? 1.63 is equal to റിയൽ ഡെപ്ത് മാറുന്നില്ല, അതേ ടാങ്ക് ആണ്, 12.5 ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇതിൻ്റെ അപ്പാരന്റ് ഡെപ്ത് കണ്ടുപിടിക്കും. ആ വെള്ളത്തിന് പകരം വേറെ ലിക്വിഡ് ആണെങ്കിൽ അല്ലേ? അപ്പം അപ്പാരന്റ് ഡെപ്ത് is equal to 12.5 ഡിവൈഡഡ് ബൈ 1.63. കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 7.666 എന്ന് കിട്ടും. അപ്പോൾ 7.67 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പാരന്റ് ഡെപ്ത് കണ്ടുപിടിക്കാനല്ല, ബൈ വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് ദ മൈക്രോസ്കോപ്പ് ഹാവ് ടു ബി മൂവ് ടു ഫോക്കസ് ദ നീഡിൽ അഗെയിൻ. അപ്പം ആദ്യം എവിടെയാണ് വെച്ചിരിക്കുന്നത്? 9.4 സെൻറ്റിമീറ്ററിലാണ്. ഇപ്പം അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 7.67 ആണ്. അപ്പം മൈക്രോസോഫ്റ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. microscope can be shifted by 9.4 minus 7.67 അത്രയും സെൻറ്റിമീറ്റർ. ദാറ്റ്സ് ഈക്വൽ ടു 1.73 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ മൈക്രോസ്കോപ്പിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരിക. മനസ്സിലായാലും ആദ്യം 9.4-ലായിരുന്നു, ഇപ്പോൾ എവിടെയുള്ളത് 7.67. അപ്പോൾ എത്ര ദൂരം നീക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെയും റിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ദ ഫിഗർ 9.34a ആൻഡ് b ഷോസ് റിഫ്രാക്ഷൻ ഓഫ് എ റേ ഇൻ എയർ ഇൻസിഡന്റ് അറ്റ് 60 degree with the normal to the glass air and water air interface respectively. Predict the angle of refraction in glass when the angle of incidence in water is 45 degree with the normal to water glass interface in figure C. തന്നിരിക്കുന്ന ആദ്യത്തെ രണ്ട് ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യണം? predict the angle of refraction in glass when the angle of incidence in water is 45 degree. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫിഗർ എയുടെ കാര്യം ആദ്യം നോക്കാം. ഫിഗർ എയുടെ കാര്യത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത് നോക്കൂ, ഇതിൻ്റെ ആരോ നോക്കൂ, എ ടു ബി ആണ് പോകുന്നത്, എയർ ടു ഗ്ലാസ് ആണ് പോകുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 35 ആണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. എത്ര കിട്ടും? സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. സൈൻ 60 ബൈ സൈൻ 35. അപ്പം നിങ്ങൾ പറയും സൈൻ 60 മാത്രമേ അറിയുള്ളൂ, സൈൻ 35 അറിയില്ല. നമുക്ക്
നമ്മുടെ ലോഗ് ടേബിൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് സൈൻ കൊസൈൻ എല്ലാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം വാല്യൂസ് ഉണ്ട് ക്ലാർക്സ് ടേബിളിൽ. അത് വെച്ച് ചെയ്യുക. അപ്പം സൈൻ 60ൻ്റെ വാല്യൂ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 0.8660 ഡിവൈഡഡ് ബൈ 0.5736. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.51. ഓക്കെ. അതേപോലെ ഫിഗർ ബിയിൽ വാട്ടർ എയർ ടു വാട്ടർ ആണ് വരുന്നത്. നോക്കൂ, അതിൻ്റെ ആരോസ് നോക്കൂ. എയർ ടു വാട്ടർ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ 47. സോ സൈൻ 60 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.8660 ഡിവൈഡഡ് ബൈ സൈൻ 47 വരുന്നത് 0.7314. ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 1.18 എന്നാണ് എന്ത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നത്. ഇനി ഫിഗർ സി നോക്കാം. ഫിഗർ സിയിൽ വാട്ടർ ഗ്ലാസ് ഇൻ്റർഫേസ് ആണ് അല്ലേ. അപ്പം ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വാട്ടർ ടു ഗ്ലാസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എടുക്കുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് മീഡിയം ഏതാ? ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ I means sin 45 divided by sin R. അപ്പം ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യും? നമുക്കറിയാം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുലയിൽ പഠിച്ചതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഇസ് ഈക്വൽ ടു absolute refractive index of glass divided by absolute refractive index of water. നമുക്ക് absolute refractive index of ഗ്ലാസും വാട്ടറും എല്ലാം ഉണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? absolute refractive index of glass 1.51 divided by refractive index of water with respect to air എത്രയാണ്? 1.18. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. അതേപോലെ സൈൻ 45 1/√2 അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.51 ഡിവൈഡഡ് ബൈ 1.18 is equal to sin 45 0.07071 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ സൈൻ ആർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ആർ ഇസ് ഈക്വൽ ടു 0.07071 ഇൻറ്റു 1.18 ഡിവൈഡഡ് ബൈ 1.51. മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കുക, കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത് 0.5525 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 33.53 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ആണല്ലോ, അപ്പോൾ 33.53 ഡിഗ്രി എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. A small bulb is placed at the bottom of a tank containing water to a depth of 80 cm. What is the area of the surface of water through which light from a bulb can emerge out? Refractive index of water is 1.33. Consider the bulb to be a point source. അതായത് ഇവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്, പോയിന്റ് സോഴ്സ് ആയിട്ടുള്ള ബൾബ് വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അവിടെ നിന്ന് ലൈറ്റ് വന്നു കഴിയുമ്പം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് വാട്ടർ ത്രൂ വിച്ച് ലൈറ്റ് ഫ്രം ദ ബൾബ് ക്യാൻ എമർജ് ഔട്ട്. അതായത് ലൈറ്റ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്ക് ക്രിട്ടിക്കൽ ആംഗിളിലാണ് അവിടെ വന്ന് വാട്ടർ ടു എയർ അല്ലേ വരുന്നത്. അപ്പം ക്രിട്ടിക്കൽ ആംഗിളിലാണ് വീഴുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു സർക്കുലാർ പാച്ച് ഓഫ് ലൈറ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. എവിടെ? വാട്ടർ സർഫസിൽ ഫോം ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് പോയിന്റ് സോഴ്സ് ആണ്. മൊത്തമായിട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് ഇതിന് ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇതിൽ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് റീട്രേസസ് ത്രൂ ദ ഇൻ്റർഫേസ്. ഇറ്റ് ജസ്റ്റ് കംസ് ഔട്ട് ത്രൂ ദ ഇൻ്റർഫേസ് എന്ന് പറയാം. അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പം ഇത് ക്രിട്ടിക്കൽ ആംഗിളിൽ വീണാലുള്ള കണ്ടീഷനാണ്. ക്രിട്ടിക്കൽ ആംഗിളിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആയിരിക്കും. അതായത് ആ ലൈറ്റ് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത്, റിയൽ ഡെപ്തും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിലുള്ള ഇൻസിഡൻസിൻ്റെ കണ്ടീഷൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഇസ് ഈക്വൽ ടു 1.33 തന്നിട്ടുണ്ട്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് സൈൻ ഐ സി ഇസ് ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം 1/1.33 ദാറ്റ്സ് ഈക്വൽ ടു 0.75. ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 0.75. അപ്പോൾ നമുക്ക് കിട്ടും 48.6 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഡയഗ്രാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ എ സിയും എ ബിയും ഈക്വൽ ആണ്. ഓക്കെ, എ സി ആൻഡ് എ ബി ഇസ് ഈക്വൽ. അതേപോലെ ഈ എ ഒ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? ആ ടാങ്കിൻ്റെ ഡെപ്ത് ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 80 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ടാൻ ഐ സി എടുക്കാം. ഐ സി നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പോൾ ടാൻ ഐ സി എടുത്തു കഴിഞ്ഞാൽ എ ബി ഡിവൈഡഡ് ബൈ എ ഒ അല്ലേ. അപ്പം ടാൻ ഐ സി എ ബി എന്നുള്ളത് നമുക്ക് ഈ എ ബി എന്നുള്ളതിന് ആ ഒരു സർക്കുലാർ പാച്ച് ഓഫ് ലൈറ്റ് വരുന്ന പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. റേഡിയസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ടാങ്ക് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്ന് പറയാം. അപ്പോൾ ടാൻ ഐ സി ഇതാണ്. അപ്പം ആർ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടാൻ ഐ സി. അപ്പം എൽ എത്രയാണ്? 80 സെൻറ്റിമീറ്റർ ആണ്. 80 ഇൻറ്റു ടാൻ 48.6. ഓക്കെ, അപ്പം 80 മൾട്ടിപ്ലൈഡ് ബൈ ടാൻ, ഇത് ടേബിളിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 1.1345 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 90.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതല്ല ചോദിച്ചിരിക്കുന്നത്, ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പം 3.14 മൾട്ടിപ്ലൈഡ് ബൈ 90.7 സെൻറ്റിമീറ്റർ ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. 25865.36 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2.58 മീറ്റർ സ്ക്വയറിന് എഴുതാം. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഈ ടേബിൾ നോക്കി സൈൻ കൊസൈൻ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ അറിയണം. അതേപോലെ മെത്തേഡ് എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഫോർമുല എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രിസം ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓഫ് അൺനോൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫേസ് ഓഫ് ദ പ്രിസം. The angle of minimum deviation is measured to be 40 degree. What is the refractive index of the material of the prism? അപ്പോൾ minimum deviation delta m is equal to 40 degree. What is the refractive index of the material of the prism? Refracting angle of the prism 60 degree ആണ് തന്നിട്ടുണ്ട്. അതായത് angle of the prism is equal to 60 degree. Refractive index 1.33. Predict a new angle of minimum deviation of a parallel beam of light. If the prism is placed in water, predict the new angle of minimum deviation of a parallel beam of light. നമുക്ക് ആദ്യം നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എത്ര മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സൈൻ ഈ വാല്യൂസ് മാത്രമേ മാറുള്ളൂ. സൈൻ 60 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. 60 ബൈ 2 എത്രയാ? 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 പ്ലസ് 40 ബൈ 2 എന്ന് വെച്ചാൽ 50. സോ സൈൻ 50 ഡിവൈഡഡ് ബൈ സൈൻ 30. അപ്പോൾ സൈൻ 50 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് 0.766 ആണ്. സൈൻ 30 നമുക്കറിയാം 1/2 0.5. അപ്പോൾ നമുക്കിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കിട്ടുന്നത് 1.532. ഇനി എന്താ ചെയ്യുന്നത്? ഇതിനെ എടുത്തിട്ട് വെള്ളത്തിലാണ് വെക്കുന്നത്. ഇഫ് ദ പ്രിസം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ, പ്രെഡിക്ട് ദ ന്യൂ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അവിടെ നമ്മൾ ഡെൽറ്റ എം ഡാഷ് ആണ് നമ്മൾ മിനിമം ഡീവിയേഷൻ കൊടുക്കുന്നത്, വേറൊരു വാല്യൂ. ഓക്കെ, അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അവിടെ പ്രിസത്തിനെ നമ്മൾ വാട്ടറിൽ വെക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ് അവിടെ വരിക.
നമുക്ക് എഴുതാം സൈൻ ആംഗിൾ ഓഫ് ദ പ്രിസം സെയിം ആണ് ഡെൽറ്റ എം ഡാഷ് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. അതായത് refractive index of glass with respect to water എന്താണ് refractive index of glass divided by refractive index of water is equal to sin a plus delta m dash divided by 2 divided by sin a by 2 എന്ന് പറഞ്ഞാൽ sin 30. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുക. സംഭവങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin a plus delta m dash by 2 is equal to sin 30 into refractive index of glass 1.532 into sin 30 അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്യാണ് sin a plus delta m dash by 2 is equal to sin 30 എത്രയാണ്? 0.5. refractive index of glass നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.532 just cross multiplication divided by refractive index of water തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1.33. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.5759 എന്ന് കിട്ടും. അപ്പം സൈൻ എ പ്ലസ് ഡെൽറ്റ എം ഡാഷ് ബൈ 2 ഇസ് ഈക്വൽ ടു 0.5759. ഇതിനെ ഒരു സ്ലൈറ്റ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡെൽറ്റ എം ഡാഷ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സൈൻ ഓഫ് സംതിങ് ആണിത് അല്ലേ? അപ്പോൾ അത് ഏതാണ്? നമ്മൾ സൈൻ ഇൻവേഴ്സ് ഇതിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ this is equal to sin 35 degree 10 minute എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ഇനി റീഅറേഞ്ച് ചെയ്യാം. അപ്പം സൈൻ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു സൈൻ 35 degree 10 minute. അപ്പം എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ 35 10. അപ്പോൾ നമുക്ക് എന്ത് എ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ഡെൽറ്റ എം ഡാഷ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 35 degree 10 minute മൈനസ് 60. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ഡെൽറ്റ എം ഡാഷ് എന്നുള്ളത് എന്ത് കിട്ടും? അറൗണ്ട് 10 degree 20 minute എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ കോൺവെക്സ് ലെൻസസ് ആർ ടു ബി മാനുഫാക്ചേർഡ് ഫ്രം എ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 with both faces of same radius of curvature. What is the radius of curvature required if the focal length is to be 20 cm? Refractive index of glass given as 1.55. Both have same radius of curvature എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R1 is equal to R2 is equal to R. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു കോൺവെക്സ് ലെൻസ് ആണ്, ഫോക്കൽ ലെങ്ത് ഇസ് പോസിറ്റീവ്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ആപ്ലിക്കേഷൻ ആണിത്. 1/f ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് -1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 -1 ഇൻറ്റു 1/r. ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവും മറ്റേ സൈഡത്തത് നെഗറ്റീവും ആയിരിക്കും അല്ലേ? അപ്പം 1/r മൈനസ് 1/r. അപ്പം 1/r പ്ലസ് 1/r. അപ്പോൾ 2/r കിട്ടും. അപ്പോൾ 1/f നമുക്കറിയാം ഫോക്കൽ ലെങ്ത് 20. 1/f ഇസ് ഈക്വൽ ടു 0.55 ഇൻറ്റു 2/r or r is equal to 0.55 into 2 into 20. അപ്പോൾ നമുക്ക് 22 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എന്ത് റേഡിയസ് ഓഫ് കർവേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബീം ഓഫ് ലൈറ്റ് കൺവേർജസ് അറ്റ് എ പോയിന്റ് P. Now a lens is placed in the path of a convergent beam 12 cm from P. At what point does the beam converge if the lens is a convex lens of focal length 20 cm and a concave lens of focal length 16 cm? അപ്പോൾ നമുക്ക് 1 by 1 ചെയ്യാം. രണ്ട് കേസാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കോൺവെക്സിൻ്റെ ചെയ്യാം, പിന്നെ കോൺകേവിൻ്റെ ചെയ്യാം. എ ബീം ഓഫ് ലൈറ്റ് കൺവേർജസ് അറ്റ് എ പോയിന്റ് P. അപ്പോൾ ഇതാണ് പോയിന്റ്. Now a lens is placed in the path of convergent beam. അപ്പോൾ ആ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ, അവിടെ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ അതായത് ഈ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 12 cm ഫ്രം P ആണ് നമ്മൾ വെക്കുന്നത്.
At what point does the beam converge if the lens is a convex lens? അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതിനെ നമുക്ക് പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അത് എവിടെയാണ് വന്നിരിക്കുന്നത്? ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ലെൻസ് ഫോർമുല എന്താ? തിൻ ലെൻസ് ഫോർമുല 1/f is equal to 1/v minus 1/u. So 1/v is equal to 1/f plus 1/u. 1/f എത്രയാണ്? 1/20 plus 1/12. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v is equal to 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ബീം കൺവേർജസ് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? പോസിറ്റീവ് ആണ് വി കിട്ടിയിരിക്കുന്നത്. ഇറ്റ് കൺവേർജസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7.5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ എഴുതാം. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഈ കോൺവെക്സ് ലെൻസിന് പകരം, അതായത് ഇവിടെ ഒരു ബീം വന്ന് കൺവേർജ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ, ഇങ്ങനെയാണ് വന്നിട്ട് കൺവേർജ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പാത്തിലാണ് എന്ത് നമ്മൾ ചെയ്യണത്? കോൺവെക്സ് ലെൻസ് വെക്കുന്നത്. രണ്ടാമത്തെ കേസിൽ കോൺകേവ് ലെൻസ് വെക്കുകയാണ്. അപ്പം കോൺകേവ് ലെൻസിൻ്റെ ഡിഫറൻസ് എന്താണ്? Concave lens of focal length 16 cm. So concave lens in the focal length negative ആണ്, minus 16 cm. Object distance ഇവിടെ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കോൺകേവ് ലെൻസിനും നമ്മളെപ്പോഴും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് എടുത്തിട്ടാണ് നമുക്ക് ശീലം. പക്ഷേ ഇവിടെ നമ്മൾ കൺവേർജിങ് എ പോയിന്റ് അതിൻ്റെ പാത്തിലാണ്, ആ ലൈറ്റിൻ്റെ പാത്തിലാണ് നമ്മൾ ലെൻസ് കൊണ്ടുവെക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഈ ഇവിടെ കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് അതിന് വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമുക്ക് 1/f ഇസ് ഈക്വൽ ടു സെയിം ഫോർമുല 1/v ഇസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u. 1/f എത്രയാണ്? 1/f 1/12 പ്ലസ് 1/u 1/f 1/-16. അപ്പോൾ മൈനസ് 1/16 minus 1/16 plus 1/12. അപ്പോൾ ഇവിടെ LCM 48 വരും. 48 4 minus 3. അപ്പോൾ നമുക്ക് 1/48 എന്ന് കിട്ടും. 1/v is equal to 1/48 അല്ലെങ്കിൽ v is equal to 48 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് +48 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് പറയാം? ബീം വിൽ കൺവേർജ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 48 സെൻറ്റിമീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. An object of size 3 cm is placed 14 cm in front of a concave lens of focal length 21 cm. Describe the image formed by the lens. What happens if the object is moved further away from the lens? അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്തില്ലേ, മിററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മോഡൽ ലെൻസിന് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഓഫ് സൈസ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 3 cm, 14 cm in front of a concave mirror, object distance minus 14 cm, focal length concave lens ആണ് minus 21 cm. നമുക്ക് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഫോർമുല എന്താണ്? ലെൻസ് ഫോർമുല 1/f is equal to 1/v minus 1/u. So 1/v is equal to 1/f plus 1/u. That's equal to 1/f minus 1/21 plus minus 1/14. അപ്പം 42 LCM എടുക്കാം. -2 -3. 1/v is equal to minus 5/42, or v is equal to 42/5. We'll get minus 8.4 centimeter. അപ്പോൾ മൈനസാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ഇമേജ് വരുന്നത്. m is equal to height of the image divided by height of the object, that is equal to v by u. ഇത് ലെൻസ് ആണ്, അപ്പോൾ v by u ആണ്. അപ്പം height of the image by height of the object, v and u ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ height of the image കണ്ടുപിടിക്കാം. അപ്പോൾ height of the image is equal to height of the object multiplied by v by u. height of the object എത്രയാണ്? 3. v എത്രയാണ്? -8.4. u എത്രയാണ്? -14. അപ്പം
ഇത് ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് 1.8 സെൻറ്റിമീറ്റർ എന്ന് വരും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? പോസിറ്റീവ് ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെർച്വൽ ഇമേജ്. അതേപോലെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഓഫ് ദ ഇമേജ് 1.18 ആണ്. അപ്പം വെർച്വൽ ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് എന്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫർദർ അവേ ഫ്രം ദ ലെൻസ്? അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുക? ഇഫ് ദ ഒബ്ജക്റ്റ് മൂവ്സ് ഫർദർ അവേ ഫ്രം ദ ലെൻസ് ദ ഇമേജ് മൂവ്സ് ടുവേർഡ്സ് ദ ലെൻസ്. പക്ഷേ അത് ഫോക്കസിൻ്റെ പുറത്തേക്ക് പോകില്ല. ഇറ്റ് വിൽ നോട്ട് ഗോ ബിയോണ്ട് ദ ഫോക്കസ് ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ഡിക്രീസസ് ഗ്രാജുവലി. അതാണ് അവിടെ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what is the focal length of a convex lens of focal length 30 cm in contact with the concave lens of focal length 20 cm? Is the system a converging or a diverging lens? Ignore the thickness of the lenses. അപ്പോൾ ഇത് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് f1 is equal to 30 cm. കോൺകേവ് ലെൻസിൻ്റെ f2 എന്നെടുത്താൽ -20 cm. കോമ്പിനേഷൻ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 1/f is equal to 1/f1 plus 1/f2 ആണ്. സോ 1/30 plus minus 1/20 നമുക്ക് കിട്ടുക 60. 2 minus 3, so minus 1/60, or f, that's the effective focal length, that is equal to minus 60 centimeter. അപ്പോൾ മൈനസ് സൈൻ ആണ് വരുന്നത് അല്ലേ? മൈനസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒരു കോൺകേവ് ലെൻസ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇറ്റ്സ് ഡൈവേർജിങ് ഇൻ നേച്ചർ. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഇറ്റ്സ് ഡൈവേർജിങ് ലെൻസ്. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ ഡൈവേർജിങ് ലെൻസ്. ഈസ് ദ സിസ്റ്റം കൺവേർജിങ്? അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ കോൺവെക്സ് ലെൻസ് പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കൺവേർജിങ് ഇൻ നേച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പം കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഈസിയാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് സെയിം ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. അപ്പം ഒട്ടും വൈകിക്കില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും അടുത്ത ക്ലാസ് ഇടുമ്പോൾ തന്നെ. അപ്പം അടുത്ത പാർട്ടുമായിട്ട് എത്രയും വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.